തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ കേസെടുത്ത പോലീസ്. ബി.ജെ.പി കൗൺസിലർ ശ്രുതിയുടെ പരാതിയിലാണ് കേസ്. CPM കൗൺസിലറുടെ പരാതിയിൽ ആക്രമണത്തിനിരയായ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും പേരിലും കേസെടുത്തു. വിവരങ്ങൾ നൽകാൻ വിനീഷ് ഉണ്ട്. വിനീഷ്, എന്തൊരു വിരോധാഭാസമാണ്! ഇന്നലെ ഈ 40 വർഷത്തിലധികം CPM കുത്തകയായി ഭരിച്ചിരുന്ന കോർപ്പറേഷനാണ്. അവിടെ ബി.ജെ.പി അധികാരത്തിലേറിയപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള അസഹിഷ്ണുത അവർക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലൊരു കാടത്ത നടപടിയാണ് CPM സ്വീകരിച്ചത്. സഖാക്കൾ എല്ലാവരും കൂടി ഈ വനിതാ കൗൺസിലർമാരെ അടക്കം തറയിലിട്ട് ചവിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഈ മേയർക്കെതിരെയും ഡെപ്യൂട്ടി മേയർക്കുമെതിരെയാണ് കേസ്. അതായത് ആക്രമിക്കപ്പെട്ടവർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അത് ഇരട്ടത്താപ്പല്ലേ? ചെന്നിത്തല പോലീസ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒപ്പം പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ തുടരുന്നു? തീർച്ചയായിട്ടും പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ചെറിയ തോതിലെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഈ പരിക്കേറ്റ എല്ലാവരും ആശുപത്രിയും വിട്ടിരുന്നു. എന്തായിരുന്നാലും നിലവിൽ CPM തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയത് കാടത്തം എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ജനാധിപത്യപരമായ മര്യാദയോടു കൂടിയുള്ള ഒരു സമരമായിരുന്നില്ല CPM കഴിഞ്ഞ ദിവസം നടത്തിയത്. കാരണം കോർപ്പറേഷനിലേക്ക് മേയർ എത്തുന്ന സമയത്ത് മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന കൗൺസിലർമാർ മേയറെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കേരള ജനത കഴിഞ്ഞ ദിവസവും കണ്ടതാണ്, ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരസ്യമായി തന്നെ മേയറെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, ഡെപ്യൂട്ടി മേയറെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പോലീസിൻ്റെ പക്കലുണ്ട്. ആ പോലീസാണ് ഇപ്പോൾ ആക്രമണം നടത്തിയവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 തരത്തിലാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ബി.ജെ.പി കൗൺസിലർ ശ്രുതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ദീപക് ഉൾപ്പെടെയുള്ള ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്കെതിരെ 5 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ CPM കൗൺസിലർ സിന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മേയർ, ഡെപ്യൂട്ടി മേയർ, ബി.ജെ.പിയുടെ മറ്റ് 8 കൗൺസിലർമാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 10 പേർക്കെതിരെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 5 പേർക്ക് എതിരെ CPMൻ്റെ ഭാഗത്തു നിന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇവിടെ അക്രമം അഴിച്ചുവിടാനെത്തിയത് CPM നേതാക്കളാണ്, CPM കൗൺസിലർമാരാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മേയർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത്, ആ വാതിൽ തുറക്കുന്ന സമയത്ത് അവിടെ വച്ച് മേയറെ കയ്യേറ്റം ചെയ്യുന്നു, മേയറെ വലിച്ച് താഴേക്കിടാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ മേയറുടെ സമീപത്ത് നിന്ന് ഡെപ്യൂട്ടി മേയർക്കെതിരെയും ആക്രമണം നടത്തുന്നു. അങ്ങനെ ഗുരുതരമായ പരിക്കുകൾ തന്നെയാണ് ഈ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റു കൗൺസിലർമാർക്കും വലിയ തോതിൽ പരിക്കേറ്റിരിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം വീട്ടിലാണ്. അതേസമയം തന്നെ പോലീസ് ഇതിനെ ഒരു കൗണ്ടർ കേസായി ഫയൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആക്രമണത്തിന് ഇരയായ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കെതിരെയും കൂടി കേസ് രജിസ്റ്റർ ചെയ്യുന്നതും. ആക്രമിച്ച 10 പേർക്കെതിരെ കേസെടുക്കേണ്ടതിന് പകരം ആക്രമണത്തിനിരയായ 10 പേർക്കെതിരെ കേസും, ഒപ്പം ഈ ആക്രമിച്ച 5 പേർക്കെതിരെ മാത്രം കേസെടുത്ത് ഈ നടപടി ഒതുക്കുകയാണോ വിനീഷ്? അതായത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതായത് 5 പേരല്ല, അവിടെ നടന്നതൊരു സംഘടിത ആക്രമണമായിരുന്നു. വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഡെപ്യൂട്ടി മേയർ ഉന്നയിച്ചിരുന്നു. അതായത് പുറത്തുനിന്ന് ഗുണ്ടകളെ ഇറക്കിയുള്ള ഒരു സംഘടിത ആക്രമണമാണ്, ഒരു അതിക്രമമാണ് കോർപ്പറേഷൻ ഓഫീസിൽ നടന്നത്. ഒരു സംഘർഷ ഭൂമിയാക്കാൻ, കോർപ്പറേഷൻ ഓഫീസിനെ സംഘർഷ ഭൂമിയാക്കാനുള്ള ഒരു ശ്രമമാണ് CPMന്റെ ഭാഗത്തു നിന്ന് നടന്നത്. എന്തായാലും ഈ വലിയ ഇതിലുള്ള ഒരു പ്രതിഷേധം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉയരുമ്പോൾ കേവലം 5 പേർക്കെതിരെ മാത്രം കേസെടുത്തുകൊണ്ട് ഈ നടപടി ഒതുക്കുകയാണോ മ്യൂസിയം പോലീസ്? തീർച്ചയായിട്ടും പോലീസിൻ്റെ ഇരട്ടത്താപ്പ് അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് ഇപ്പോൾ CPMൻ്റെ കൗൺസിലറുടെ പരാതിയുടെ മേൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ആക്രമണത്തിന് തുടക്കം കുറിച്ചത് പോലും CPM കൗൺസിലർമാർ ആണ് എന്നത് പോലും പോലീസ് ഒരിടത്തും വ്യക്തമാക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അവർക്ക് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് തന്നെ CPM കോർപ്പറേഷന് മുന്നിൽ അവർ ഷെഡ് കെട്ടി സമരം നടത്തുന്നുണ്ട്. അതിനെതിരെ യാതൊരു വിധമായ പ്രകോപനവും ഉണ്ടാവുന്നില്ല. അതിനുശേഷം ഇതൊന്നും മുഖവിലക്കെടുക്കാതെ മേയർ VV രാജേഷ് തൻ്റെ നിരന്തരം ചെയ്യുന്ന പ്രവർത്തികൾ, പ്രത്യേകിച്ച് കോർപ്പറേഷനിലെത്തുന്ന ഓരോ ജനങ്ങളെ നേരിട്ട്
കാണുന്ന പ്രവർത്തനം, ഒപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നേരിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ മേയർ തന്നെ നേരിട്ട് സജീവമായി അങ്ങനെ നിലനിൽക്കുന്നു. ഒരു ഭാഗത്ത് CPMന്റെ ഒരു വലിയ എതിർപ്പും പ്രതിഷേധവും ഒക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇതൊക്കെ മേയർ ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിരളി പൂണ്ടാണ് CPM കൗൺസിലർമാർ മേയറുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നത്. അവിടെ ഓഫീസിന് മുന്നിലെത്തുമ്പോൾ അവിടെ മേയറെ കാണാൻ നിരവധി സാധാരണക്കാരായ ജനങ്ങൾ എത്താറുണ്ട്. ആ സാധാരണക്കാരായ ജനങ്ങളെ അവർക്ക് മേയറെ നേരിട്ട് കാണാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നു, അവരെ തിരിച്ചയക്കുന്നു. മേയറുടെ അടുത്തേക്ക് എത്തുന്ന ഓരോ സാധാരണക്കാരനും കൃത്യമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറേ കാലമായി ഗുണ്ടായിസത്തിൻ്റെ പേരിൽ CPM കെട്ടിപ്പണിത കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിലുള്ള ഓഫീസുകൾ മേയർ നേരിട്ടെത്തി പൊളിപ്പിക്കുന്നു. മേയർ മറ്റു ചെയർമാനെ അല്ലെങ്കിൽ മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ആ സ്ഥലത്തേക്ക് എത്തിച്ച് അവരിൽ നിന്ന് റിപ്പോർട്ട് തേടിയതിനു ശേഷം വീണ്ടും അത് പൊളിപ്പിക്കാനായി പോലീസിൽ പരാതി നൽകുന്നു. അങ്ങനെ നിയമപരമായി CPMന്റെ എല്ലാ താവളങ്ങളും, കോർപ്പറേഷൻ്റെ തണലിലിരുന്ന എല്ലാ താവളങ്ങളും പൊളിച്ചു നിൽക്കുന്നു. പാളയം മാർക്കറ്റിൽ അനധികൃതമായി CPM തുറന്നു വച്ചിരുന്ന CPMന്റെ നേതാക്കളും CPMന്റെ പ്രവർത്തകരും തുറന്നു വെച്ച കടമുറികൾ അതിനെ പൊളിച്ചു നീക്കുന്നു. ഒപ്പം തന്നെ ഗുണ്ടാപ്പിരിവ്, തിരുവനന്തപുരം പാളയം കോർപ്പറേഷനിലെ ഗുണ്ടാപ്പിരിവിന് ആണിക്കല്ലടിക്കുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് തെരുവ് നായ ശല്യം. ആ തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണാൻ മേയർ നേരിട്ടിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ, എവിടെ നിന്നാണോ ഒരു കോൾ വരുന്നത്, ഇന്ന സ്ഥലത്ത് കൂടുതലായി ഈ തെരുവ് നായ്ക്കളെ കാണുന്നു, തെരുവ് നായ്ക്കൾക്ക് എതിരെ നടപടി വേണമെന്ന് മേയർക്ക് നേരിട്ട് ഫോൺ ചെയ്ത് സാധാരണക്കാരായ ജനങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് അന്ന് വൈകുന്നേരം തന്നെ പരിഹാരം കാണാൻ മേയർ നേരിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ നിന്ന് തെരുവ് നായ്ക്കളെ മാറ്റുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മേയർ നേരിട്ടിടപെടുന്നു. അനധികൃതമായി നടത്തിയ സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സാധാരണക്കാരൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മേയർ തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഇതിൽ വിരളി പൂണ്ട CPM നേതാക്കളാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. CPM കൗൺസിലർമാരാണ് അക്രമം അഴിച്ചുവിട്ടത്. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ CPMന്റെ മുൻ മന്ത്രിമാരാണ്. അതിൽ പ്രധാനിയായി V ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനുമാണ്. അവിടെ ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇവരെല്ലാം കോർപ്പറേഷനിൽ മുന്നിലേക്ക് എത്തുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രസംഗം നടത്തുന്നു. വിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ അക്രമങ്ങളിലേക്ക് തള്ളിവിടാനായി ഇവരായിരുന്നു പ്രസംഗം നടത്തിയത്. മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, V ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രസംഗം നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അതിനെതിരെ ഇപ്പോൾ പോലീസ് നിലവിൽ ചില സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ ഈ പ്രസംഗിക്കുന്ന ഭാഷാശൈലിയൊക്കെ ചില സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഈ മന്ത്രിമാർക്കെതിരെ ഒരുപക്ഷെ മുൻ മന്ത്രിമാരായ ഇവർക്കെതിരെ കേസെടുക്കാതിരുന്നാൽ അത് പോലീസിന് വരും ദിവസങ്ങളിൽ തലവേദനയാകും. അതുകൊണ്ട് മുൻകൂട്ടി ഈ മന്ത്രിമാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്രമണത്തിനിരയായ മേയർക്കെതിരെയും ഡെപ്യൂട്ടി മേയർക്കെതിരെയും പോലീസ് എന്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്, മറ്റ് BJP കൗൺസിലർമാർക്കെതിരെ എന്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നതാണ് ഉയരുന്ന ചോദ്യം. അവിടെ BJP ആരോപിക്കുന്ന പ്രധാന ആരോപണം ഇത്തരത്തിൽ തന്നെയാണ്. കോർപ്പറേഷനിൽ മേയർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, BJP കൗൺസിലർമാർ അവരുടെ വാർഡുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം വിരളി പൂണ്ടാണ് CPM അസഹിഷ്ണുതയോടുകൂടി അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനാകാതെ അക്രമം അഴിച്ചുവിടുന്നത്, പ്രത്യേകിച്ച് മേയറുടെ ഓഫീസിലേക്ക് എത്തുന്ന ജനങ്ങളെ പോലും തിരിച്ചയക്കുന്നത് എന്ന ആക്ഷേപമാണ് BJP ഉയർത്തുന്നത്. ശരി വിനീഷ്, ഈ ഇത്തരത്തിൽ സംഘടിത ആക്രമണം നടത്തിയവർ വളരെ സേഫ് ആയിരിക്കുന്നു. 5 പേർക്കെതിരെ മാത്രം കേസെടുത്ത് നടപടി ഒതുക്കുകയാണോ മ്യൂസിയം പോലീസ് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഒപ്പം തന്നെ ആക്രമണത്തിനിരയായവർ ഇപ്പോൾ പ്രതികളാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം, അത് തന്നെയാണ് വിനീഷ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും CPMന് മ്യൂസിയം പോലീസ് വീണ്ടും ഒത്താശ ചെയ്യുകയാണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ഭരണത്തിൽ ഇരുന്ന സമയത്ത് CPM നാട് ഭരിക്കുന്ന സമയത്ത് മ്യൂസിയം പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ പല വിധത്തിൽ ഉയർന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ ഭരണം മാറിയിട്ടും യാതൊരു രക്ഷയും ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് EDക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനം നോക്കുകുത്തിയായി നിന്നൊരു സാഹചര്യം. പക്ഷേ ആ സമയത്ത് പോലും ഇത്ര വലിയ രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല നമ്മുടെ പോലീസ് സേന. പക്ഷേ ഇപ്പോൾ ഇതാ വലിയ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടെന്ന് വ്യക്തം തന്നെയാണ്. എന്നാലും 40 വർഷം ഭരിച്ചു മുടിച്ച ഒരു കോർപ്പറേഷനാണ് ഇപ്പോൾ BJP അധികാരത്തിലെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരുന്നു. ഒപ്പം വലിയ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ തീർച്ചയായും 40 വർഷം തങ്ങളടക്കി ഭരിച്ച കോർപ്പറേഷനാണല്ലോ, സ്വാഭാവികമായിട്ടും ഒരു സഖാവിനും സഹിക്കില്ല. അത് മാത്രമല്ല ശ്രുതി, ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് കോർപ്പറേഷന്റെ ഭരണം സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി
CPM നേരെ ഹൈക്കോടതിയിൽ പോകുന്നു. സത്യപ്രതിജ്ഞാ ലംഘനം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി, അതായത് ഇവരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകുന്നു. പക്ഷേ കോടതി എന്താണ് പറഞ്ഞത്? അയോഗ്യരാക്കാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ഇല്ല. കാരണം ഇവിടെ സത്യപ്രതിജ്ഞയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രം മതിയാകും. അല്ലാതെ അയോഗ്യരാക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ മര്യാദ എന്നുണ്ട് അല്ലെ? ജനാധിപത്യ മര്യാദകൾ പാലിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 4 ആഴ്ചത്തെ സമയം അനുവദിക്കുകയാണ്. പക്ഷേ എന്താണ് BJP ചെയ്തത്? 6 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. അതെ, CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു പ്രഹരമായി മാറി. ആ കനത്ത പ്രഹരം മറികടക്കാനായി പിന്നീട് അവർ എന്താണ് ചെയ്തത്? വീണ വിജയൻ അവിടെ ED കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ട് അത് അതായത് ആസൂത്രിതമായ ഒരു നീക്കം നടത്തി മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടാക്കാൻ വേണ്ടി ഒരു ആസൂത്രിത നീക്കമാണ് നടത്തിയത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? ആ ഒരു സമരം എന്ന് പറഞ്ഞിറങ്ങിയവരാണ്. പക്ഷേ ആക്രമണത്തിലെ കയ്യാങ്കളിയിലേക്ക് കലാശിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിനീഷായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്.